ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിംല ആൻഡ് വ്ലോഗ്. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഞാനും ഇക്കായും അപ്പവും കൂടിയിട്ട് ഒരിടം വരെ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കാറിൻ്റെ സ്റ്റിയറിങ്ങിലുണ്ടായിരുന്ന ഒരു സംഭവം പറിച്ചെടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് ഇളവിപ്പോയി. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. ശരിക്കും ഞാൻ പോകുന്നത് വീടിൻ്റെ പാലുകാച്ചും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ആവാറായി. അപ്പോൾ എനിക്ക് 1-2 ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. അത്യാവശ്യമായിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കൂടെ ഇറങ്ങിയത്. അപ്പോൾ കൂട്ടത്തിൽ ബാങ്കിലും പോകണം. അപ്പോൾ ആദ്യം നമ്മൾ ബാങ്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അപ്പോൾ വന്ന ഇതും നമ്മുടെ പെണ്ണ് കാണൽ വീഡിയോസൊക്കെ ഒരുവിധം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇനി നല്ല തിരക്കുള്ള ദിവസങ്ങളാണ് അങ്ങോട്ട്. വീടിൻ്റെ പാല് കാച്ചും കല്യാണവും ഒക്കെ ആയിട്ട് നല്ല തിരക്ക് പിടിച്ച ദിവസങ്ങളായിരിക്കും എന്ന് വിചാരിക്കുന്നത് കേട്ടോ, ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ബാങ്കിൽ വന്നു. ഇക്ക ബാങ്കിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, കല്യാണത്തിൻ്റെ റിലേറ്റ് ചെയ്യുന്നതും വീടിൻ്റെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ. പക്ഷേ എല്ലാമൊന്നും അപ്ലോഡ് ചെയ്യാനുള്ളൊരു ടൈമും കിട്ടിയില്ല. അവിടെ വീഡിയോസ് ആയതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ബാങ്കിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഗ്രാനൈറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം വാഷ് ബേസിൻ്റെ ഏരിയയിൽ ചെറിയൊരു കൗണ്ടർ ടോപ്പ് മാതിരി ഗ്രാനൈറ്റ്, അത് നാനോ വൈറ്റ് ഉണ്ടല്ലോ, നമ്മുടെ വൈറ്റ് ഗ്രാനൈറ്റ് വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ കുറേ ഷോപ്പുകളിൽ പോയി നോക്കി എല്ലായിടത്തും ബ്ലാക്കേ ഉള്ളൂ കേട്ടോ, വൈറ്റ് എങ്ങുമില്ല. നാനോ വൈറ്റ് ഉണ്ട്, പക്ഷേ അതൊരു വലിയ പീസാണ്, അത് വാങ്ങിച്ചിട്ട് നമുക്ക് യൂസും അല്ല. അപ്പോൾ അത് വേറെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഫർണിച്ചർ ഷോപ്പിൽ കയറി നമ്മുടെ ഡൈനിങ് ടേബിൾ നോക്കുവാണ് കേട്ടോ. അപ്പോൾ 1-2 ഒക്കെ നോക്കി. ഇത് നമ്മളല്ല, അപ്പോൾ അനിയനും അനിയത്തിയും കൂടെ അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കുന്നത്. നമ്മുടെ വീട്ടിലത്തേക്ക് തന്നെയാണ് ചെറിയൊരു ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ, നല്ലതായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എനിക്ക് ഈ ഗ്ലാസ് ടൈപ്പാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം, ഈ ഒരു കല്ലൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കയറിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മെത്തയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി മെത്തയൊക്കെ വാങ്ങിച്ചു കേട്ടോ, ബെഡും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരെണ്ണത്തിൻ്റെ ആവശ്യം കൂടി ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി. അതിനുശേഷം വീണ്ടും നമ്മൾ ഗ്രാനൈറ്റ് നോക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഷോപ്പിലോട്ട് വന്നു. അവിടെയും ഭാഗ്യവശാൽ ആ ഒരു സംഭവം ഇല്ല. കജാരിയുടെ ഒരു ഷോപ്പിലാണ് കേട്ടോ വന്നത്. അപ്പോൾ നാനോ വൈറ്റ് ഉണ്ട്, ഒരു വലിയ പീസാട്ടോ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്, ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കട്ട് പീസസ് കിട്ടുന്നത്. അവിടെ വന്നപ്പോൾ അവിടെ പൂട്ടിയിട്ടേക്കായിരുന്നു കേട്ടോ. ഉച്ച സമയമായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോയേക്കുമായിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയൊക്കെ നോക്കി, അവിടെയും സംഭവം കിട്ടിയില്ല. അപ്പോഴേക്ക് സമയം ഏതാണ്ട് 3 മണി കഴിഞ്ഞു. നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ കാര്യമായിട്ടൊന്നും വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, പൊന്നു ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പൊന്നുവിനെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. എവിടെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കും അവൾക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവളെയും വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇവിടെയും നമ്മളൊരു കടയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ. നോക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ, ആ ഒരു ഗ്രാനൈറ്റ്. ഓരോ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ നമ്മൾ ഈ വൈറ്റ് കൗണ്ടർ ടോപ്പ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ബാത്റൂമിലും അടുക്കളയിലൊക്കെ വൈറ്റ് കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സമയത്ത് അത് കിട്ടിയില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ തപ്പി നടന്നൊരു സംഭവം കിട്ടിയതേ ഇല്ല. അപ്പോൾ ഇതിലെങ്കിലും, അതായത് വാഷ് ബേസിൻ്റെ ആ ഒരു സൈഡ് നമ്മുടെ ഡൈനിങ് ഇല്ല കേട്ടോ. അപ്പോൾ അതിലെങ്കിലും വൈറ്റ് കൊടുക്കണം എന്ന് അതിയായ മോഹവുമായിട്ടാണ് ഞാനീ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇത് കിട്ടില്ല എന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പായി. അപ്പോൾ ഇക്ക പറഞ്ഞു, ഇനിയിപ്പോൾ തിരക്കി നടന്നു കഴിഞ്ഞാൽ ഒന്നും അങ്ങോട്ട് ശരിയാവത്തില്ല, അപ്പോൾ നമുക്ക് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അത് ബ്ലാക്ക് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. പുല്ലൂറൂക്കിൽ തന്നെ ഒരു ഷോപ്പുണ്ട്, അപ്പം നമുക്ക് അവിടെ നിന്ന് തന്നെ അങ്ങ് എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഒരുവിധം വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റായി. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ ലേറ്റാവും. വീണ്ടും നമ്മുടെ പാല് കാച്ചൽ സംഭവം ലേറ്റാവും. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ട് ഞാനും കുബിനും കൂടിയിട്ട് ഇറങ്ങി. അവരവിടെ ഗ്രാനൈറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഐസ് ബേയിൽ പോയിട്ട് ഐസ്ക്രീം വാങ്ങിക്കാമെന്ന് ഓർത്ത് വന്നതാണ് കേട്ടോ. എനിക്കിവിടുത്തെ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. 10, 20, 30 ആ ഒരു റേഞ്ചിൽ കിട്ടുന്ന നമ്മുടെ പണ്ടത്തെ ഐസ്
ക്യൂബ് മാതിരി ഇരിക്കുന്ന സംഭവം കേട്ടോ. പക്ഷേ എനിക്ക് ഐസ് ക്യൂബല്ല, ഐസ്ക്രീം തന്നെയാണ് കേട്ടോ എനിക്കിഷ്ടം. പക്ഷേ ഇന്നൊരു ചെറിയ അബദ്ധം പറ്റി. നമ്മൾ 10ൻ്റെ കുറച്ച് വെറൈറ്റി ഫ്ലവേഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നു. അപ്പോൾ എൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് അതിലും ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് ഫ്ലേവേഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാമൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ഇത് നമ്മൾ വണ്ടിയിൽ പോയിട്ട് കഴിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് 10ൻ്റെത് നമുക്ക് കിട്ടുന്നത് ഐസാണ്. നമ്മൾ വണ്ടിയിലൊക്കെ മുമ്പ് കൊണ്ടുവരുമ്പോൾ വാങ്ങിക്കുന്ന മാതിരി ഐസ്. 20 30ൻ്റെയൊക്കെയാണ് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. പക്ഷേ സംഭവം കൊള്ളായിരുന്നു കേട്ടോ, ഇഷ്ടപ്പെട്ടു. മുന്തിരി പിന്നെ ബ്ലൂബെറിയും അങ്ങനെ ഏതൊക്കെയാണ് കേട്ടോ, കാന്താരിയൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ അത് വാങ്ങിച്ചില്ല. മൊജീറ്റോ അങ്ങനെ ഏതൊക്കെയോ ഉണ്ടായിരുന്നു. അങ്ങനെ ഏതൊക്കെയോ 3-4 ഫ്ലേവർ നമ്മൾ വാങ്ങി കേട്ടോ. അതെല്ലാം വാങ്ങിച്ച് അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ഇതേതാ അതേതാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കളറുകൾ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഇത് അത് എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എന്തായാലും കുറച്ചൊക്കെ മേടിച്ചു. ഐസ്ക്രീമിൻ്റെത് ഞാൻ ഇവിടെ 3 ഫ്ലേവറേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ. കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. ഐസ്ക്രീം, വാനില, പിന്നെ ഒരു ബട്ടർ സ്കോച്ച്, പിന്നെ ഒരു ബൂസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളത്. അത് 3മാണ് ഇക്ക മേടിച്ചുകൊണ്ട് തന്നെ അങ്ങനെ കുടിച്ചിട്ടുള്ളത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാനിലയാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നേ. ആ ഒരു കളർ കോമ്പിനേഷനും പിന്നെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. നമുക്ക് ഫ്രണ്ട്സായിട്ടോ ഫാമിലീസ് ആയിട്ടോ ഒക്കെ വന്നിട്ട് ഇവിടെ ഇരുന്നിങ്ങനെ ഇതൊക്കെ വാങ്ങി കുടിക്കാനും രസമുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. പേ ചെയ്തതിന് ശേഷം ദേ കിട്ടി, ഇത്രയും കിട്ടി കേട്ടോ. ഇതിൻ്റെ അകത്ത് 4, 5, 6 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് ഞാൻ ദേ വണ്ടിയിൽ വന്നിട്ട് പൊന്നു ബ്ലൂബെറിയും ഞാൻ മുന്തിരിയാണ് കേട്ടോ കഴിക്കുന്നത്. കുഴപ്പമില്ല, ആ ഒരു റേറ്റിന് കൊള്ളാം, രസമുണ്ട്. പക്ഷേ അത്ര എന്താണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഐസ്ക്രീമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. കവി ഉദ്ദേശിച്ചത് അല്ല കിട്ടിയതെന്ന് ഉള്ളതിൻ്റെ ഒരു ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ വീട്ടിലെത്തി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രാത്രിയായി കേട്ടോ. ഏതാണ്ട് 7:30 8 മണിയായപ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അതായത് വീട്ടിൽ തന്നെയായിരുന്നു പൊന്നുവും അപ്പവും ഞാനും ഒക്കെ ഉണ്ടായിരുന്നത്. നമ്മളെ വീട്ടിൽ കേട്ടോ. കുറച്ച് ഞാൻ പറഞ്ഞില്ലേ പാലുകാച്ചും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പറക്കിയിട്ട് നേരെ പോയത് പാത്രങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ കല്ലമ്പലം മദീന സ്റ്റോഴ്സിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇക്കയുടെ കൊച്ചാപ്പാടെ കട കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇക്കൻ്റെ അടുത്ത് പറഞ്ഞു, വീട്ടിൽ നിന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 2000 രൂപയ്ക്കുള്ള എന്തെങ്കിലും ഒരു സാധനം നീ വാങ്ങിച്ചോ, അല്ലെങ്കിൽ കുറച്ച് പ്ലേറ്റ്സും മാത്രം നീ എടുക്ക്, പിന്നെ നമുക്ക് വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇക്കൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചോളാൻ, പിന്നെ നമ്മൾ വിടുമോ, അവിടെ നിന്ന് ഇവിടെ നോക്കുന്നുള്ളിൽ പറക്കി ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ നീ വാങ്ങിക്കോന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ 1-2 വട്ടം ഇക്കടുത്ത് റിപ്പീറ്റായിട്ട് ചോദിച്ചു, കാര്യമായിട്ടാണോ പറയുന്നത്, എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. കാരണം ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മൾ ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പ്ലേറ്റും ഗ്ലാസും ആയിരുന്നു അർജൻറ്റായിട്ട് വേണ്ടിയിരുന്നത്. ഈ ഒരു പാലുകാച്ചുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്ലേറ്റ്സും ഗ്ലാസ്സും എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്, പ്ലേറ്റും ഗ്ലാസ്സും എടുക്കാമെന്നുള്ള കാര്യം. അപ്പോൾ അത് എൻ്റെ ബഡ്ജറ്റാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആൾ നേരെ പറഞ്ഞു, ഓക്കെ നിനക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളാൻ. അപ്പോൾ പിന്നെ നമ്മൾ കയറി മെയ്യാന്ന് പറയില്ലേ, അതേപോലെ അവിടെയും സ്റ്റീലും അലൂമിനിയവും പ്ലാസ്റ്റിക്കും ഒക്കെ ആയിട്ട് ഞാൻ കുറേ സാധനങ്ങൾ തപ്പിപ്പറക്കിയൊക്കെ എടുത്തു. ഞാനും എടുക്കുന്നുണ്ടായിരുന്നു, ഇക്കായും അവിടെ നിന്ന് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇതുപോലുള്ള കുട്ടി ഇരുമ്പിച്ചട്ടിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അലൂമിനിയം വാങ്ങിക്കുന്നതിനോട് താല്പര്യമില്ല കേട്ടോ. ഇവിടെ കുറച്ച് സ്റ്റീലും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി, പക്ഷേ അത് അടിയിൽ പിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് മാറ്റി വെച്ചു. പിന്നെ കടായി ഐറ്റംസ് അങ്ങനെ ഒന്നും ഇവിടെ അധികം ഉണ്ടായിരുന്നില്ല. അപ്പം ഉള്ളതൊക്കെ കുറേ നുള്ളി പറക്കി എടുത്തു. എന്താണ് ചിരവ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഉണ്ടല്ലോ, എല്ലാം അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന തന്നെ എടുക്കാണ്ട് പുതിയ ഐറ്റംസ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ മാഷാ അല്ലാഹ് കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു. അപ്പോൾ സമയം ഏതാണ്ട് 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക ഇതേപോലെ ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് പേപ്പറിൽ പൊതിഞ്ഞ് അതൊക്കെ ഇങ്ങനെ സെറ്റാക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി അതൊക്കെ കൊണ്ടുവന്ന് വണ്ടിയിൽ വയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്നൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡും കൂടെ കഴിച്ചിട്ട് പോകുന്നു. അപ്പോൾ ഇക്ക വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഇക്കാക്ക് കുറച്ച് ജോലിയുണ്ട്, ഇവിടെ പോകാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വിട്ടോ, നമ്മൾ
അതായത് ഇക്ക വരുന്നില്ല, നമ്മളടുത്ത് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ വന്നത് കടുവേപ്പള്ളി ഒരു അവിടെയാണ് കേട്ടോ. കടുവേപ്പള്ളിയുടെ അവിടെ നല്ലൊരു നമ്മൾ സ്ഥിരം വരുന്നൊരു കടയുണ്ട്, അങ്ങോട്ടേക്കാണ് പോയത്. അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരാളിനെ കൂടി അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, പൊന്നുവിൻ്റെ ഹസ്ബൻഡിനാട്ടോ. അപ്പോൾ ആൾ രാവിലെ എവിടെയോ പോയതാണ്. അപ്പോൾ കറങ്ങി ചുറ്റി നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഒരിടത്ത് ഫുഡ് കഴിക്കാൻ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ നമ്മൾ കുറേ നേരമൊക്കെ നിന്ന് സംസാരിച്ചു, ഫുഡൊക്കെ ഓർഡർ കൊടുത്തു. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്നൊക്കെ ഓർത്താണ് നിന്നാട്ടോ. കണ്ടോ, കടുവയിൽ തട്ടുകട, നമ്മൾ നാസർഖാൻ്റെ തട്ടുകട എന്ന് പറയും കേട്ടോ. അപ്പോൾ അവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് കുറേ കടകളിങ്ങനെ കുട്ടി കുട്ടി കടകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്ത് നല്ല ഷേക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അടിപൊളി ഒരു കടയുണ്ട്. എന്തായാലും നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കാണ് അവിടെ. അപ്പോൾ എനിക്ക് പുട്ട് കഴിക്കാനായിരുന്നു കേട്ടോ ആഗ്രഹം. അങ്ങനെ ചപ്പാത്തി, പുട്ട്, പൊറോട്ട അങ്ങനെ എല്ലാ സാധനങ്ങളും കുറേശ്ശെ നമ്മൾ ട്രൈ ചെയ്തു. ഞാൻ നല്ല പുട്ടും ചിക്കൻ കറിയും കഴിച്ചു. മാഷാ അല്ലാ, നല്ല പുട്ടാണ് കേട്ടോ ഇവിടുത്തത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ.